നമസ്കാരം, ന്യൂസ് 3യിലേക്ക് സ്വാഗതം. ഞാൻ നാദിറ മെഹർ. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 100ഓളം പെൺകുട്ടികളെ കുഴിച്ചുമൂടിയിട്ടുണ്ടെന്ന് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ നമ്മൾ ഞെട്ടലോടാണ് കേട്ടത്. ന്യൂസ് 18 വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ പലർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. സാക്ഷി പറഞ്ഞ 6-ാം പോയിന്റിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടം മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. വലിയ ഒരു ദുരൂഹതയുടെ ചുരുൾ അഴിയുകയാണ്. എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ധർമ്മസ്ഥല കേസ്. ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ അതിഥി യുവ എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും അധ്യാപികയായിട്ടുള്ള ലിലിറ്റ് അന്ന വർഗീസ് ആണ്. സ്വാഗതം ലിലിറ്റ്. നമസ്കാരം. ഓക്കെ, എടുത്തു പറയേണ്ട ഏറ്റവും സന്തോഷം എന്നുള്ളത് 15ഓളം രാജ്യങ്ങളിൽ തൻ്റെ എഴുത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു യുവ എഴുത്തുകാരിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് എഴുത്തിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താമോ? എഴുത്ത് എന്നത് എന്നെ ഉണർത്തിയ കാര്യമാണ്. എന്നെ ഉണർത്തിയ എഴുത്തിലേക്ക് എന്നെ എത്തിച്ചേർത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന മഹത്തായ പഠന ശൃംഖലയാണ്. ഈ പറഞ്ഞ പോലെ വളരെ കുട്ടിക്കാലത്ത് തന്നെ എഴുത്തുകൾ തുടങ്ങിയ ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങി. എന്നാലും എഴുത്ത് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയത് PG കാലഘട്ടത്താണ്. എഴുതി തുടങ്ങിയത് ഡിഗ്രി കാലഘട്ടത്തും പബ്ലിഷ് ചെയ്ത് തുടങ്ങിയത് PG കാലഘട്ടത്തിലുമാണ്. അതിൽ തന്നെ PG കാലഘട്ടത്തിൽ ഇൻ്റർനാഷണൽ ലെവലും നാഷണൽ ലെവലും തന്നെ എഴുത്ത് പബ്ലിഷ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും ഇന്ന് എൻ്റെ പേര്. വളരെ സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് ന്യൂസ് 18 പ്രേക്ഷകരുമായിട്ട് ലിനിറ്റെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെ കുറവാണ് കേരളത്തിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഇംഗ്ലീഷ് ഭാഷയിലെ എഴുത്തുകൾ സംഭവിക്കുന്നതൊക്കെ. അപ്പോൾ അത്തരം ഇടത്തിലേക്ക്, അതും മറ്റു രാജ്യങ്ങളിൽ പോലും പ്രസിദ്ധീകരിക്കാൻ പാകത്തിന് പുസ്തകം എഴുതുക എന്നുള്ളത് വലിയൊരു റിസ്ക് ആയിട്ടുള്ള ഒരു വിഷയമാണ്. വളരെ ഒരു കടമ കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിലേക്ക് എത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? അതെ, ഒരുപാട് കടമ്പകൾ കടന്നു തന്നെയാണ് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ പേര് ഞാൻ എത്തിയിരിക്കുന്നത്. അതിൽ PG കാലഘട്ടത്തിൽ തുടങ്ങി നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലും പബ്ലിഷ് ചെയ്ത അവരുടെ പ്ലേഗറിസം ചെക്കും മറ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഓരോ ലെവലും കടന്ന് ഇന്ന് 15 രാജ്യങ്ങളിൽ എൻ്റെ ഈ പേര് എത്തിയിരിക്കുന്നു. അതിലും സന്തോഷം. അവിടെ തന്നെ എൻ്റെ പേര് എടുത്തു പറയത്തക്ക ആൾക്കാർ ഇന്നുണ്ടായി എന്നുള്ളതിലും വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ IFEST എന്ന് പറയുന്ന ഓൾ ഇന്ത്യ സ്കോളേഴ്സ് ആൻഡ് റിസർച്ച് സംഘടനയിലെ ഒരു മെമ്പർ കൂടെയാണ് ഇന്ന് ഞാൻ. ഓക്കെ, അതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനി നമ്മൾ പുസ്തകത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഏത് തരം കഥകളാണോ കവിതകളാണോ ലിനിറ്റ് എഴുതുന്നത്, അല്ലെങ്കിൽ എത്ര പുസ്തകങ്ങൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്? എല്ലാം ആദ്യത്തെ കുറേ കാര്യങ്ങളിൽ വരുമ്പം ആന്തോളജി കളക്ഷൻസിലാണ് ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ US തൊട്ട് ഉള്ള എല്ലാ ആൾക്കാരുടെയും കൂടെ എൻ്റെ പോയട്രിയാണ് ഞാൻ കൂടുതലും എഴുതുന്നത്. പോയട്രി പബ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ബുക്ക് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ കമ്പയർ ചെയ്താണ് എഴുതിയിരിക്കുന്നത്. മെയിനായിട്ട് ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനാണ്. അതിൽ ആ കുട്ടിയും കൂടെ ഒന്ന് സഹായിച്ചു. പേര് സിയാന എന്നാണ്. പിന്നെ ഇതിനകത്ത് ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ്സ് ചെയ്തത് അഖിലേഷ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. 50ഓളം ഡ്രോയിങ്സ് ആണ് പുള്ളിക്കാരൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ന്യൂസ് 18ലേക്ക് വരുന്ന സമയത്ത് ലിലിറ്റ് തൻ്റെ പുസ്തകവുമായിട്ടാണ് നമ്മുടെ ഫ്ലോറിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കയ്യിലുള്ള പുസ്തകം ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്ന ആ ഷേക്സ്പിയരിയൻ കഥാപാത്രങ്ങളിലുള്ള പുസ്തകം. ഹെർ സൈൻസ്, ഹിസ് സ്റ്റേജ്, വിസ്പേഴ്സ് ഓഫ് ദ ബാർഡ്സ് വുമൺ. ഷേക്സ്പിയരിയൻ സ്ത്രീകളുടെ മനോവികാരവും ഇമോഷൻസും ഫീലിങ്സും എല്ലാം അടങ്ങിയ, അവർക്ക് എന്തായിരുന്നു ജനങ്ങളോട് പറയാനുണ്ടായിരുന്നത് എന്നതാണ് ഈ കവിതയിലെ ഇതിവൃത്യം. ഓക്കെ, പൊതുവേ ഷേക്സ്പിയറിൻ്റെ കഥകളിൽ നിന്ന് ആണ് എനിക്ക് തോന്നുന്നു ലിനിറ്റ് കവിതയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഷേക്സ്പിയറിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം വളരെ കുറവുള്ളതായിട്ട് മനസ്സിലാക്കുന്നു, അല്ലേ? നമ്മൾ പലപ്പോഴും അവരുടെ മ്യൂട്ടഡ് ആണ്, ഇല്ലെങ്കിൽ അവരുടെ കഥാപാത്രങ്ങൾക്കൊരു മറ്റൊരു സ്വഭാവം, ഇല്ലെങ്കിൽ നെഗറ്റീവ് സ്വഭാവം എപ്പോഴും ഉള്ളതായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലെത്തുന്ന സമയത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന രീതിയിലുള്ള എഴുത്തുകളാണ് ലിനിറ്റ് പരിചയപ്പെടുത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതൊന്ന് പ്രേക്ഷകരുടെ അടുത്തൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഷേക്സ്പിയരിയൻ കഥാപാത്രങ്ങളിൽ നമ്മളെപ്പോഴും പുരുഷ കഥാപാത്രങ്ങളെ കൂടുതലും
ഇൻവോൾവ് ചെയ്താണ് നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഹാംലെറ്റ് എടുത്തു കഴിഞ്ഞാലും ഹാംലെറ്റ് എന്ന് പറയുന്ന പുരുഷ കഥാപാത്രത്തെയാണ് കൂടുതലും അതിനകത്ത് ഇവോക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരു സ്ത്രീ, ഒഫീലിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു മനോവികാരവും അതിനകത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ പഠിക്കുന്ന കാലത്തും അല്ലാതെ തന്നെയും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഞാൻ ഈ കവിതയിലൂടെ അല്ലെങ്കിൽ എൻ്റെ എഴുത്തിലൂടെ ഞാൻ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഷേക്സ്പിയറിയൻ വുമൺ കഥാപാത്രങ്ങളെയും കൂടെ ഉൾക്കൊണ്ട് അവരെന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ ഇന്ന് ഈ ഒരു എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത് തന്നെ. ആമസോണിലൂടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 14 രാജ്യങ്ങളിലാണ്, 15 രാജ്യങ്ങളോളം ഇത് ഇന്ന് അവൈലബിളുമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഈ പുസ്തകം നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യക്കകത്ത് നമുക്ക് ഡിജിറ്റലായിട്ട് ഈ പുസ്തകം വായിക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യക്കകത്ത് ഒരു പുസ്തകം പ്രിന്റ് ചെയ്ത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കാതെ പോയത്? അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇൻ്റർനാഷണലിയും നാഷണലിയും എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ്. ഇതിനു മുമ്പ് തന്നെ നാഷണലും ഇൻ്റർനാഷണൽ ലെവലും പല കവിതകളും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇത് ഒരു വൈഡ് ടോപ്പിക്കാണ്. കാരണം ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് ലോകമെമ്പാടുമുള്ള ആൾക്കാർ വായിക്കുമ്പം അവർക്കെല്ലാവരിലേക്കും എത്തണം. ഷേക്സ്പിയറിൻ്റെ വുമൺ ക്യാരക്ടേഴ്സ് അവരെന്തായിരുന്നു എന്നത്. അതുതന്നെയാണ് ഞാനിത് എല്ലായിടത്തും എത്തട്ടെ എന്നുള്ള രീതിയിൽ ആമസോണിൽ തന്നെ പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ലിനിറ്റിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആമസോണിൽ അത് അവൈലബിൾ ആണെന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നുണ്ട് അല്ലേ? അതെ. മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ നമുക്കത് വാങ്ങിക്കാൻ സാധിക്കുമോ? ആമസോണിൻ്റെ ഡിജിറ്റൽ വേർഷനാണ് ഇപ്പം ഇന്ത്യയിലുള്ളത്. അത് മൊബൈലിൽ ആമസോൺ കിൻഡിൽ ആപ്പിലൂടെയാണ് വാങ്ങിക്കാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ പൊതുവേ പുസ്തകങ്ങളൊക്കെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ വാങ്ങി ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ വായിച്ചാണ് വളർന്നിട്ടുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പുസ്തകങ്ങൾ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. പക്ഷേ അത് വായനയെ വലിയ രീതിയിൽ ബാധിച്ചു എന്ന് ഒരു കൂട്ടം മനുഷ്യർ പ്രസ്താവിക്കുന്നതും കൂടിയുണ്ട്. എന്താണ് ലിനിറ്റിൻ്റെ അഭിപ്രായം? വായന എന്നത് നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒന്നല്ല. ഇന്ന് ഡിജിറ്റൽ ലെവലിലാണെങ്കിലും ഈ അല്ലാത്ത ലെവൽ ഇത് ബുക്ക് കയ്യിൽ പിടിച്ചാണെങ്കിലും വായന അത് വായിക്കുന്നവരുടെ മനസ്സിലേക്ക് പതിയുന്നു എന്നത് ഒരു സത്യമാണ്. ബുക്കെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരുന്ന് നമുക്ക് അത് വായിച്ച് കണ്ട് വായിക്കാം, തൊട്ട് വായിക്കാം, അറിഞ്ഞു വായിക്കാം. എന്നാൽ ഡിജിറ്റൽ ആണെങ്കിൽ സമയം ഇപ്പം എല്ലാവർക്കും ബുക്ക് കൈ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കില്ല ഉണ്ടാവുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ അവർക്കത് വായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ആ വായന എന്നത് മാറിപ്പോകുന്നില്ല, അവരുടെ ഉള്ളിൽ നിന്നും ആണെങ്കിലും അല്ലാതെ. ഉറപ്പായിട്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏത് മീഡിയം ആണെങ്കിൽ പോലും അത് വായിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ പണ്ട് കാലങ്ങളിൽ നമ്മൾ വായിക്കാൻ ആഗ്രഹിച്ച പുസ്തകങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് വലിയൊരു പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതല്ല, അത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമുക്ക് സാമ്പത്തികമായിട്ട് തന്നെ അത് മേടിക്കാൻ സാധിക്കുന്നുണ്ട്, അത് വായിക്കാനും സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ അനുഭവിക്കാൻ ചിലപ്പോൾ ഒരു കാരണം മാത്രം ആണെന്നുള്ളത്. കാരണം ഫോണിലൂടെ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾക്ക് അതുണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഫോൺ എന്നുള്ളത് ഒരു തരത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം ഫോണിലൂടെ നമ്മൾ പല രീതിയിലുള്ള അപ്ഡേഷനുകൾ കിട്ടുന്നുണ്ട്, പല രീതിയിലുള്ള നമ്മൾ വീഡിയോസ് കാണാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്, കോളുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ വായനയ്ക്കും ഒരു പ്രാധാന്യം കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നു. ഇനി ലിനിറ്റിൻ്റെ ഒരു സന്തോഷം എന്നുള്ളത്, ലിനിറ്റ് എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹി കൂടിയാണ്, അപ്പോൾ സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. അതും കൂടി പ്രേക്ഷകരോട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പണ്ട് മുതലേ തുടങ്ങിയതാണ് പൊതുപ്രവർത്തനം. പൊതുപ്രവർത്തനം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടത് ചെയ്യാൻ വേണ്ടിയാണ് പൊതുപ്രവർത്തകരുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം പൊതുപ്രവർത്തക എന്ന് പറയുന്നതാണ്. ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചെന്ന് നിന്ന് ഇറങ്ങി ഇത് ചെയ്യാനുള്ളത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നിരുന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ആ ഒരു മേഖലയിലും ഞാൻ കഴിവ് തെളിയിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഒരുപാട് അങ്ങനെ ഇറങ്ങിയിട്ടില്ല എങ്കിൽ പോലും
പറ്റുന്ന രീതിയിൽ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും സഹകരിക്കാനും എല്ലാം ശ്രമിക്കാറുണ്ട്. ഉറപ്പായിട്ടും സ്ത്രീകൾ ഒക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ വലിയ ഇടങ്ങളിലൊക്കെ തന്നെ സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭൂരിപക്ഷ മനുഷ്യരുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നേതൃത്വ നിരയിലേക്ക് സ്ത്രീകളുടെ അതെ. പ്രാതിനിധ്യം വളരെ കുറവായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഇടത്തൊക്കെ നമ്മൾ വളരെ ശ്രമകരമായിട്ട് എത്താൻ ശ്രമിക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ്? ഇന്നും പുരുഷന്റെ കയ്യിലാണോ ഈ അധികാരത്തിന്റെ ഈ താക്കോലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ആ ഒരു കാര്യം ഇപ്പോഴും ഡിബേറ്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതെ. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ചത് അത് തന്നെ പറയാം. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പം ഈവൻ നമുക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ അത് തൊട്ട് ഹെൽത്തിൻ്റെ ഇഷ്യൂ വരെ ഓരോ കാര്യങ്ങളും സ്ത്രീകൾ നല്ലപോലെ ശ്രദ്ധിച്ചാലേ അവർക്ക് അവരുടെ ഹെൽത്ത് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ സമൂഹത്തോട്ട് ഇറങ്ങുമ്പോൾ പല കാര്യങ്ങളും സ്ത്രീകൾക്ക് അവൈലബിൾ ആണോ എന്നൊരു ചിന്ത അവിടെ ഉടലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങി വരാനുള്ളൊരു മടി. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന ഓക്കെ ഇതെൻ്റെ സ്പേസ് ആണ്, ഈ സ്പേസിൽ ഞാൻ കംഫർട്ടബിൾ ആണ് എന്നൊരു ചിന്തയാണ് പല സ്ത്രീകളെയും വെളിയിലോട്ട് കൊണ്ടുവരാത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ്, അവർക്കുള്ള സ്പേസ് പുരുഷന്മാർ ഏറ്റെടുക്കുന്നു എന്നതാണ് മെയിൻലി ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം നല്ല രീതിയിലും കഴിവുള്ളവരും എല്ലാവരുമാണ്. പക്ഷേ അവർക്ക് വെളിയിലോട്ട് ഇറങ്ങാനും ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ടും പൊരുതി നിൽക്കാനുള്ളൊരു കംഫർട്ടബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് പല സ്ത്രീകളും വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങി പോകുന്നത്. അപ്പോൾ നമ്മൾ തന്നെയാണ് അവർക്ക് ആ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഉറപ്പായിട്ടും. പക്ഷേ നമ്മൾ ഈ കേരളത്തിനകത്ത് താമസിക്കുന്ന സമയത്ത് പലപ്പോഴും പലയിടങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വളരെ സേഫ് ആണെന്നുള്ളത്. പക്ഷേ കേരളത്തിനകത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്ത്രീകളുടെ ആത്മഹത്യയുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വിവാഹത്തിന് ശേഷം തൻ്റെ ഭർത്തൃവിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയമൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്ത് പോകാറുണ്ട്. ഗാർഹികമായിട്ടുള്ള പീഡനങ്ങളടക്കം അനുഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സേഫ് ആണോ നിലവിൽ? നമ്മൾ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സേഫ്റ്റി നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മുടെ മൈൻഡ് എത്ര സ്ട്രോങ് ആവണം, നമ്മുടെ സേഫ്റ്റി നമ്മളിൽ നിന്ന് തന്നെ വരാൻ എന്നൊരു ചിന്ത അവിടെ ഉടലെടുക്കുന്നുണ്ട്. വീട്ടിൽ നമ്മൾ സേഫ് അല്ല, വെളിയിൽ നമ്മൾ സേഫ് അല്ല, ഒരിടത്തും നമ്മൾ സേഫ് അല്ല എന്ന് പറയാൻ കാരണം നമ്മുടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നേച്ചറാണ്. പിന്നെ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ നിന്നും വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അവൾക്ക് അവളുടേതായ ഒരുപാട് ലിമിറ്റേഷൻസ് അവിടെ വരുന്നുണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹവും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന കുറേ ലിമിറ്റേഷൻസും അതിൻ്റെ കൂടെ വരുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു ചിന്ത. അതൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ഓക്കെ നീ ഇങ്ങനെയാണെങ്കിൽ നീ ഇങ്ങനെ നിന്നോളൂ എന്ന് പറയുന്നിടത്ത് നമുക്കത് അവിടെ കൈകാര്യം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സമൂഹം എപ്പോഴും അവളെ ചങ്ങലകളിൽ ഉൾവലിഞ്ഞാണ് ഇട്ടേക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും നോക്കിയാലും അങ്ങോട്ടും തിരിഞ്ഞാൽ നോക്കിയാൽ പ്രശ്നമാവുന്നിടത്ത് സ്ത്രീ എങ്ങനെയാണ് സേഫ് ആണെന്ന് പറയാൻ പറ്റുന്നത്? അപ്പോൾ ഉറപ്പായിട്ടും ഈ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളിലൊക്കെ തന്നെ നിരന്തരം കാണുന്ന കാര്യമാണ് ഭർതൃഗൃഹത്തിൽ ആത്മഹത്യാശ്രമം നടത്തിയെന്നും ആത്മഹത്യ ചെയ്തു എന്നൊക്കെ ഉള്ളത്. സ്ത്രീകൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സേഫ്റ്റി ഏറ്റവും കൂടുതൽ കരുതൽ നടത്തേണ്ടത് നമ്മൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾക്ക് ആരുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള കുറച്ചധികം ആൾക്കാരെ നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതായിട്ടുണ്ട്. അവരുടെ അടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾ ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ തീരാവുന്ന കാര്യമായിരിക്കും. കൃത്യമായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കണം. നിങ്ങളുടെ വീട്ടുകാർ സ്ത്രീധനം നൽകി നിങ്ങളെ വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളതൊക്കെ മാറ്റി വയ്ക്കണം. കാരണം സ്ത്രീധനം എന്നുള്ളത് നമുക്ക് കൊടുക്കാനുള്ളതല്ല. നമുക്ക് എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യമായിക്കോട്ടെ മറ്റു തരത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആരും തരുന്നതല്ല. അത് നമ്മൾ കൃത്യമായിട്ട് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളൊരു തീരുമാനമെടുക്കുക, സ്ത്രീധനം കൊടുക്കാതെ മാത്രമേ വിവാഹം ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ഉറച്ച നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ അവിടെ തീരും എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കിവിടെ നിയമ സംവിധാനമുണ്ട്, നിയമപരമായിട്ട് നമുക്ക് ഇടപെടാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലേക്ക് നമ്മൾ എത്തട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? സാമൂഹികപരമായിട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ലിനിറ്റിന് പലപ്പോഴും പ്രതികരിക്കേണ്ടതായിട്ട് വരാറുണ്ട്, അല്ലേ? സാമൂഹ്യ മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലൊക്കെ തന്നെ. എങ്ങനെയാണ് നമ്മുടെ നിലവിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ലിനിറ്റ് കൈകാര്യം ചെയ്യുന്നത്?
ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗമാണ് എൻ്റെ എഴുത്ത്. കാരണം ഈ എഴുത്തിലൂടെ നമുക്ക് പല ആൾക്കാരുമായിട്ടും പല വേദികളിലും ഇടം കിട്ടുന്നുണ്ട് ഇപ്പം ആ ഒരു കാര്യം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എനിക്ക് വെളിയിലോട്ട് പറയാനും അവരുടെ ഒപ്പീനിയൻ നേടാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ. പുസ്തകമൊക്കെ വായിച്ച ആളുകളൊക്കെ തന്നെ പ്രതികരിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മെസ്സേജിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മെയിലിലൂടെ ആയിരിക്കാം. എങ്ങനെയാണ് അവരുടെയൊക്കെ റെസ്പോൺസ്? വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു കഥാപാത്രങ്ങളെ വെളിയിലോട്ട് കൊണ്ടുവരുന്നത് എന്നത് തന്നെ അവർ പറഞ്ഞത് ഇത്രയും നാളും ശ്രദ്ധിക്കാതെ കിടന്ന ആൾക്കാരെയാണ് നിങ്ങൾ വെളിയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. പലപ്പോഴും സിനിമകളൊക്കെ തന്നെ അല്ലെങ്കിൽ എഴുത്തുകളൊക്കെ തന്നെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നൊരു വാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അതില്ല, സിനിമയായിട്ടും എഴുത്തിനെ എഴുത്തായിട്ടും കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ലിനിറ്റിന് അതിൻ്റെ അഭിപ്രായം എന്താണ്? എഴുത്തിനെ എഴുത്തായിട്ട് കാണുക എന്ന് പറയുമ്പം എഴുത്തെന്ന് പറയുന്നത് ഓരോ മനുഷ്യ ജീവിതവുമാണ്. മനുഷ്യ ജീവിതങ്ങളെയാണ് പലപ്പോഴും പല ആൾക്കാർ എഴുത്തായിട്ട് കൺവേർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അത് വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞുണ്ടാവുന്ന ഒരു റെസ്പോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ എഴുത്തും സിനിമയും മനുഷ്യ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നത് ഒരു നല്ല ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ സിനിമ നെഗറ്റീവായിട്ടും ബാധിക്കും, പോസിറ്റീവായിട്ടും ബാധിക്കും. എഴുത്തും അതുപോലെയാണ്. ഇപ്പം അത്രയ്ക്കും ഭയാനകമായ രീതിയിലുള്ള എഴുത്തുകൾ എഴുതുമ്പം അത് വായിക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഡിഫറൻസ് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, കാരണം അവർക്ക് ഉണ്ടാവുന്ന സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൈക്കോളജിക്കൽ ട്രോമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. എല്ലാവരും ഒരുപോലെ അല്ല ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ എഴുത്തിനെ ഉൾക്കൊള്ളുന്നത് എന്നതാണ് അതിൻ്റെ അകത്തെ കാര്യം. അതെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സിനിമ ആയിക്കോട്ടെ എഴുത്തായിക്കോട്ടെ പലപ്പോഴും സമൂഹത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പലപ്പോഴും ചില സിനിമകൾ കണ്ട് അത് ഇൻസ്പയർഡ് ആയിട്ട് പല ക്രൈമുകളും നടക്കാറുണ്ട്, ഇല്ലെങ്കിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ബാധിക്കാറുണ്ട്, സംഭവിക്കാറുണ്ട്. അതുപോലെയാണ് എഴുത്തുമൊക്കെ തന്നെ. അപ്പം നല്ല കഥകളൊക്കെ അല്ലെങ്കിൽ നല്ല സിനിമകളൊക്കെ ഇറങ്ങട്ടെ, ഒരു പക്ഷേ സിനിമ നമ്മളെ സ്വാധീനിക്കാതിരിക്കട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ട് സംഭവിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ലിനിറ്റിന് ആഗ്രഹം എന്താണ്? സമൂഹത്തിനെ മാറ്റാനോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വലിയൊരു സാമൂഹിക പ്രതിബദ്ധതയെ മുൻനിർത്തിയിട്ട് ലിനിറ്റിൻ്റെ എഴുത്തുകൾ എന്തെങ്കിലും മാറ്റം വരുത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നല്ലതാകുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ അതിൻ്റേതായ പ്രാധാന്യം കൊടുത്ത് തന്നെ ചെയ്യണം എന്നാണ് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തു നിന്നും പല വർക്കിനായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അത് എൻ്റെ ഇപ്പം ചെയ്യുന്ന ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ഞാനിപ്പം. അതും എഴുത്തിലൂടെ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ആൾക്കാർ അറിഞ്ഞിരിക്കണം എന്നൊരു കാര്യം ആണ് എൻ്റെ എഴുത്തിലൂടെ കൊടുക്കുന്ന സന്ദേശം. ഓക്കെ. അപ്പം അധ്യാപികയാണ് അല്ലേ? അപ്പോൾ ഒരു കലാലയത്തിന്റെ ഒരു അധ്യാപിക കൂടിയാണ്. എങ്ങനെ പോകുന്നു കലാലയ ജീവിതമൊക്കെ? അധ്യാപിക എന്ന് പറയുന്നതും വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കാരണം കുട്ടികളുമായിട്ടുള്ള ഒരു ആ ഒരു ഇൻട്രാക്ഷനും ഓരോ കുട്ടികളെയും മനസ്സിലാക്കി ഓരോ രീതിയിൽ അവരെ പഠിപ്പിച്ച് നല്ലൊരു തലമുറയെ വാർത്തെടുക്കണം എന്നത് തന്നെയാണ് ആഗ്രഹം. കുട്ടികളിപ്പം കുഴപ്പമില്ല, അവർ നന്നായിട്ട് അവരുടെ കാര്യങ്ങളും പഠിത്തമൊക്കെ ആയിട്ട് പോകുന്നു. ഓക്കെ. പക്ഷേ ലിനിറ്റിനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു അധ്യാപികയാണ് എന്ന് നമുക്ക് തോന്നില്ല. കാരണം വളരെ ചെറുപ്പമാണ്. ഒരു പക്ഷേ ഭാവിയിലൊക്കെ തന്നെ വലിയ എഴുത്തുകളൊക്കെ നേടി ന്യൂസ് 8 ഒരിക്കൽ കൂടി വരാനൊക്കെ സാധിക്കട്ടെ എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടായിരിക്കും. ഒരു പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു നാഷണൽ അവാർഡ്, ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുപോലെ എഴുത്തുകാർക്കും ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുത്തെന്ന് പറയുന്നത് ഞാൻ ഒന്നിനും വേണ്ടി എഴുതി തുടങ്ങിയതല്ല.
പക്ഷേ ഇന്നതെൻ്റെ എനിക്ക് കിട്ടിയ ഒരു വരദാനമാണ് ഇപ്പം ഈ എഴുത്തെന്ന് പറയുമ്പോൾ. ഒരു പെട്ടെന്ന് നമുക്കൊരു കാര്യം എഴുതണം എന്ന് പറയുമ്പോൾ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിപ്പം ഞാൻ അധികം ഒന്നും ആഗ്രഹിക്കുന്നുമില്ല, അധികം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക്സൊക്കെ പിന്നെയും ആൾക്കാരിലേക്ക് വരും. അവരത് വായിച്ച് അവരുടെ ഒരു ഒപ്പീനിയനാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, കുറേയൊക്കെ അധികം അവാർഡുകളൊക്കെ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ തന്നെ വലിയ ഇൻസ്പിറേഷനായിട്ട് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഒരു പക്ഷേ ലിനിറ്റിന് പറയാൻ സാധിക്കുക, എഴുതുന്ന മേഖലയിൽ ഇന്നൊരാളായിരുന്നു എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയാനും സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആരായിരുന്നു എഴുത്തിൽ ലിനിറ്റിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്? എഴുത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സിൽവിയ പ്ലാത്തും കമലാദാസും ഒക്കെയാണ്. അവരെയാണ് വായിച്ചറിഞ്ഞത്. എന്താണ് എഴുത്തെന്ന് അറിഞ്ഞത് അവരിലൂടെയാണ്. അവരെഴുതിയ ഓരോ വാക്കുകളും മനസ്സിൽ കിടന്ന് ജ്വലിച്ചാണ് എൻ്റെ എഴുത്തും വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഒരു എഴുത്തുകാരി എന്ന നിലയിൽ നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമൂഹത്തിനെ നയിക്കാൻ കൂടി മുന്നിൽ നിൽക്കേണ്ട മനുഷ്യരാണ് എല്ലാ എഴുത്തുകാരും. അങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള എഴുത്തുകളാണോ ലിനിറ്റിൻ്റെ ഇപ്പോഴത്തെ കൃതികളൊക്കെ തന്നെ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയമാണ് കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് അല്ലേ? അതെ, സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യരിലും ഓരോ രീതിയിലാണ് നമ്മൾ സമൂഹമാവുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പം സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള ഒരു അവരെ മ്യൂട്ടാക്കിയ സമൂഹത്തെ, അവരെ എടുത്തു കാണിക്കാത്ത അല്ലെങ്കിൽ ഇന്നും മാറി നിൽക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. അവരെന്ന് അവർ കണ്ടുപിടിച്ച് അവരെ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഈ എഴുത്തിലൂടെ എനിക്കിപ്പം പറയാൻ പറ്റുന്ന കാര്യം. അടുത്ത എഴുത്തുകൾ വന്നുകൊണ്ടിരിക്കും, അന്നേരം ബാക്കി. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് ലിനിറ്റിനെ ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ. നമുക്ക് എന്തായാലും അതിഥി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കാണാം, അറിയാം. ഹലോ, എൻ്റെ പേര് ഡോക്ടർ ജെറിൻ. ഞാൻ അമൃത എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം മഴക്കാലമാണല്ലോ. അതായത് മഴക്കാലം കാരണം തന്നെ ഇലക്ട്രിക്കൽ ലൈൻസിലൂടെയുള്ള ഷോക്ക് അടിച്ചിട്ട് ഒത്തിരി അധികം ആളുകൾ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഈ വരുന്ന ആൾക്കാരിൽ ചിലർക്ക് ബോധം കാണും, ചിലർക്ക് ബോധം കാണില്ല. ഇവർക്കുള്ള മാനേജ്മെൻറ്റ്, ഇവരുടെ ട്രീറ്റ്മെൻറ്റ് തന്നെ രണ്ടും വേറെ വ്യത്യസ്തമാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഒരു ഷോക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മരച്ചില്ലകളിൽ മറ്റും ഇലക്ട്രിക് ലൈനുമായിട്ടുള്ള കോണ്ടാക്റ്റ് വരുന്നതും ഇത് എങ്ങനെയും വെട്ടാനല്ല ഇതുമായിട്ടുള്ള കോണ്ടാക്റ്റ് കാരണമുള്ളൊരു ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെള്ളവും ഇലക്ട്രിക് ലൈൻസുമായുള്ള കോണ്ടാക്റ്റ് എവിടെയെങ്കിലും പൊട്ടി വീണ് കഴിഞ്ഞ് കോണ്ടാക്റ്റ് വന്നാൽ അവിടുന്ന് നമുക്ക് ഇലക്ട്രിക് ഇഞ്ചുറി ഉണ്ടാകാം, അതായത് ഇലക്ട്രിക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ വീടുകളിലും മറ്റുമൊക്കെ അല്ലാതെയും ചില സ്വിച്ച് ബോർഡുമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ കാരണം നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അയാളെ മാനേജ് ചെയ്യാം? ഷോക്ക് അടിച്ച ആൾക്ക് ആദ്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ ഓൾറെഡി ആ ഷോക്കുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈനുമായിട്ടൊരു കോണ്ടാക്റ്റിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രിക് ലൈനിലെ ഇലക്ട്രിക് കറണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം അയാളെ ആ ഇലക്ട്രിക് ലൈനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അയാളെ അവിടെ നിന്ന് മാറ്റുക. അപ്പോൾ അതേസമയം ഇലക്ട്രിക് ലൈനുമായിട്ടുള്ള കോണ്ടാക്റ്റ് നമുക്ക് വിച്ഛേദിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു നോർമലായിട്ടുള്ള ഡ്രൈ വുഡ് വല്ലതും എടുത്തിട്ട് അയാളെ അതിൽ നിന്ന് തട്ടി മാറ്റുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കാര്യം നോക്കേണ്ടത് നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഒരു ഇലക്ട്രിക് ലൈനുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉള്ള ആളെ രക്ഷിക്കാൻ പോകാവുള്ളൂ. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. ഇതേ സമയം ഒരാൾക്ക് ഇലക്ട്രിക് ലൈനുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, ഷോക്ക് അടിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ ചിലപ്പോൾ ഷോക്ക് അടിച്ചതിന് ശേഷം തെറിച്ച് വീണിട്ടുണ്ടാകാം. അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് ഇലക്ട്രിക് ലൈനുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല എന്ന് ഉറപ്പിന് ശേഷം, അല്ലെ അവിടെ ഇലക്ട്രിക് ലൈൻസുമായിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ കറണ്ട് ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആളെ പോയി നോക്കുക, ആൾക്ക് ബോധം ഉണ്ടോ ഇല്ലയോ നോക്കുക. ആൾക്ക് പൾസ് ഉണ്ട് എന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അതേസമയം ആൾക്ക് പൾസ് ഇല്ല എന്നാണെങ്കിൽ, ഇത് ഇലക്ട്രിക് ലൈനുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ആളാണെങ്കിലും കോണ്ടാക്റ്റ് ഇല്ലാത്ത ആളാണെങ്കിലും ലൈൻസ് ഓഫാക്കിയതിന് കറണ്ട് ഓഫാക്കിയതിന് ശേഷം പൾസ് ഇല്ല എന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ CPR ചെയ്യുക. CPRൻ്റെ കൂടെ തന്നെ ശ്വാസവും കൂടെ കൊടുക്കുക. ഇത് കണ്ടിന്യൂ ചെയ്യുക. ആംബുലൻസ് വരുന്ന വരെ, ആംബുലൻസ് വന്നതിന് ശേഷം അവർ തന്നെ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും.
ഒരാൾ ഷോക്ക് അടിച്ചതിന് ശേഷം അയാൾ മരണപ്പെടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൃദയാഘാതമാണ്, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റാണ് അയാൾ ഷോക്ക് അടിച്ചതിന് ശേഷം മരണപ്പെടുന്നതിന് കാര്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ പ്രധാന കർത്തവ്യം. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാളെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ വിധം പല വിധമാണ്. അപ്പോൾ ഒരാൾക്ക് പൾസ് ഉണ്ട് എന്നാണെങ്കിൽ അയാളുടെ മുറിവുകളും അയാൾ ഷോക്ക് അടിച്ചതിന് കാരണമുള്ള പൊള്ളലുകളും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അതേസമയം അയാൾക്ക് പൾസ് ഇല്ല എന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ CPR ചെയ്യുന്നു, കൂടെ മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുന്നു, ആളെ എങ്ങനെയും തിരിച്ച് ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായി ഓർക്കേണ്ട കാര്യം ഇതാണ്: എങ്ങനെയും കറണ്ട് വരികയാണെങ്കിൽ, കറണ്ട് അടിക്കുകയാണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അതേസമയം തന്നെ ആൾക്ക് പൾസ് ഇല്ല എന്നാണെങ്കിൽ CPR ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് അടിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, അല്ലെ അതിൽ നിന്ന് എങ്ങനെയും മാറി നിൽക്കാൻ ശ്രമിക്കുക.